ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി IT എല്ലാം തന്നെ തുടർച്ചയായി 5 ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി IT സെക്ടറിൽ മാത്രം 2 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് വൈപ്പൗട്ടായിപ്പോയി. അത് TCS മാത്രം 80,000 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് വൈപ്പൗട്ടായിപ്പോയി. കഥകളൊക്കെ നമ്മൾ അറിഞ്ഞു. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി വിഭിന്നമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. US മാർക്കറ്റ് ഫർദറായിട്ട് ഇടിഞ്ഞു. അവിടെ മാർക്കറ്റ് ഓവർ വാല്യൂ ആണെന്ന് ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇനി അത് മാറ്റി നിർത്തിയാലുള്ള ഒരു പ്രശ്നം, പ്രസിഡന്റ് ട്രംപ് ഈ 100% താരിഫ് ഫാർമ ബ്രാൻഡുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് മാനുഫാക്ചറിങ് അമേരിക്കയിലെ അല്ലാത്ത ഫാർമ കമ്പനികൾക്ക് 100% ഫർദറായിട്ടുള്ളൊരു താരിഫ് കൂടെ. അത് ഇന്ത്യൻ നമ്മളുടെ ഈ ട്രക്ക് കമ്പനീസിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ ട്രക്ക് കമ്പനീസിന് താരിഫ് ഏർപ്പെടുത്തിയത് യൂറോപ്പിനെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യമാണ്. കാരണം യൂറോപ്പിൽ നിന്നാണ് ട്രക്ക് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് കൂടുതലുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പുതിയതായിട്ട് ട്രംപ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടിയും അസെഞ്ചറിൻ്റെ റിസൾട്ടും, അസെഞ്ചർ US IT കമ്പനിയാണ്, അസെഞ്ചറിൻ്റെ മികച്ച റിസൾട്ടും അസെഞ്ചറിൻ്റെ ഈ AI മേഖലയിലുള്ള വലിയ തോതിലുള്ള ഓർഡർ കാരണം റവന്യൂ ഫോർകാസ്റ്റ് ഉയർത്തിയതും ഈ ഇത്തരം ഇടിഞ്ഞ ഇന്ത്യൻ IT കമ്പനി ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് അതൊരു ട്രിഗർ പോയിൻ്റ് ആകുമോ എന്നുള്ളതാണ് നമ്മൾ ഒറ്റുനോക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇടിവിൽ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും റെഡിലാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്ക് ഫർദറായിട്ട് ഇടിഞ്ഞു, ഡോ ഫർദറായിട്ട് ഇടിഞ്ഞു, 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഏഷ്യൻ മാർക്കറ്റും അതിന് മുകളിൽ കാണാം. നിക്കി, കൊറിയ, ചൈന, ഓസ്ട്രേലിയ ഇടിവിലാണ്. ബിറ്റ്കോയിൻ $3000 ഇടിവ് രേഖപ്പെടുത്തി കാണാം. അതിൻ്റെ ടോപ്പ് ചെയ്ത് 4ാമത്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏറ്റവും ടോപ്പിൽ കാണാം 24,875. ഗിഫ്റ്റ് നിഫ്റ്റി 24,875 എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ഉണ്ടായിരുന്നത് 24,962 അപ്പോൾ ക്ലോസിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 100 പോയിൻ്റ് ഇടിഞ്ഞൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിൻ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് താഴെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ്. 100 പോയിൻറ്റിൻ്റെയൊക്കെ ഏകദേശം ഇവിടെ അടുത്ത്. ഇനി നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി മാറി ഈ അസെഞ്ചറിൻ്റെ തന്നെ റിസൾട്ട് പോസിറ്റീവായത് കാരണം ഈ എക്സ്ട്രീംലി ഓവർ സോൾഡ് ആയിട്ടുള്ള ഇന്ത്യൻ IT കമ്പനീസിൽ ഒരു ഫ്രഷ് ബൈയിങ് കാണുമോ എന്നുള്ളതാണ്. പക്ഷേ വെള്ളിയാഴ്ചയാണ്. നിക്ഷേപകർ ഓൾറെഡി തന്നെ ഈ സാറ്റർഡേ സൺഡേ ഒരു അവ്യക്തത കാരണം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച ഒരു ഫ്രഷ് ബൈയിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ പോളിക്യാബ് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുകയാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് TVS മോട്ടേഴ്സ് കമ്പനി ഒരു 5 മില്യൻ്റെ ഏകദേശം 50 കോടി രൂപയുടെ ഗ്ലോബൽ സെഞ്ചർ ഇവർ ഓപ്പൺ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇലക്ട്രിക്കൽ മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. റൈറ്റ്സ് കമ്പനി $18 മില്യൺ പുതിയൊരു ഓർഡർ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ചു. നുവോക്കോ വിസ്റ്റാസ് എന്ന് പറഞ്ഞൊരു സിമെൻറ്റ് കമ്പനി, ഇപ്പോൾ ഇവർക്ക് GST നോട്ടീസും പെനാൽറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. എക്സൈഡ് ഇൻഡസ്ട്രീസ് കമ്പനി 80 കോടി രൂപ എക്സൈഡ് എനർജി സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സബ്സിഡിയറി ഫോം ചെയ്യാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നു. സുപ്രീം പെട്രോകെമിക്കൽ കമ്പനി ഇവരുടെ പുതിയൊരു പ്ലാന്റ് മഹാരാഷ്ട്രയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. സീഗൾ ഇന്ത്യ കമ്പനി 509 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വാരീസ് എനർജി കമ്പനി പുതിയ ഒരു സബ്സിഡിയറി പവർ പ്രൊജക്റ്റ് കമ്പനി ഓപ്പൺ ചെയ്തു. ഗെയിൽ ജാംനഗറിലുള്ള ഒരു പ്ലാന്റ് ഇവർ നവീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.